എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം കേരള പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും 8ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഒന്ന് നമുക്ക് ഓപ്ഷനാണ്. അറിയാവുന്ന 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ആദ്യത്തെ ചോദ്യം നോക്കാം. 3 മക്കളുടെ ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് മൂത്തവനെ ഹോസ്റ്റലിൽ ചേർക്കാൻ തീരുമാനിച്ചത്. ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ചുമക്കാൻ കഴിയാത്തത് കൊണ്ട്, കഷ്ടപ്പെടാൻ തയ്യാറാകാത്തത് കൊണ്ട്, ചെലവ് വഹിക്കാൻ കഴിയാത്തത് കൊണ്ട്, ബാധ്യത എടുക്കാൻ മടിയുള്ളത് കൊണ്ട്. ശരിയായ ഉത്തരം എന്താണ്? ഭാരം താങ്ങാൻ കഴിയില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെലവ് വഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇനി അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏത്? വണ്ടി ഇല്ല, വണ്ടിയില്ല. വഴി ഉണ്ട്, വഴിയുണ്ട്. വള്ളം ഇല്ല, വെള്ളമില്ല. പൊതി അഴിച്ച്, പൊതി അഴിച്ച്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൂട്ടത്തിൽ പെടാത്തത് വെള്ളമില്ല എന്നതാണ്. ബാക്കിയൊക്കെ നോക്കൂ. യകാരമാണ് ആഗമിച്ചിരിക്കുന്നത്. ഇവിടെ ആദേശസന്ധിയാണ്. ഇത് 3ഉം ആഗമസന്ധിയാണ്. ഇതെന്താണ്? ആദേശസന്ധിയാണ്. അപ്പോൾ വെള്ളമില്ല എന്നതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. ഇനി അടുത്തത് 3ാമത്തെ ചോദ്യം നോക്കാം. തുലാവർഷം കഴിഞ്ഞു, വൃശ്ചിക കാറ്റടങ്ങി, മഞ്ഞു വീണു, പൂക്കളും ആണ്ടറുതികളും. മഞ്ഞു വീണു എന്ന് ഇവിടെ ലേഖകൻ സൂചിപ്പിക്കുന്ന മാസം ഏത്? മീനം, കർക്കിടകം, മേടം, ധനു. അപ്പോൾ മഞ്ഞു വീണു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനു ആണ്. ഓക്കെ. ഇനി അടുത്തത് സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. വേദശാസ്ത്രങ്ങൾ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ വേദമാകുന്ന ശാസ്ത്രം, വേദവും ശാസ്ത്രവും, വേദത്തിലെ ശാസ്ത്രം, വേദത്തെ പോലുള്ള ശാസ്ത്രം. അപ്പം വേദവും ശാസ്ത്രവും, വേദശാസ്ത്രങ്ങൾ എന്നത് വിഗ്രഹിച്ചെഴുതുമ്പോൾ വേദവും ശാസ്ത്രവും. ഇനി കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം എന്ന പാഠഭാഗത്തിൽ മേഘവുമായി ബന്ധപ്പെടാത്ത കൽപ്പന. രഥം, തൂണ്, വസ്ത്രം, വൃക്ഷം. അപ്പോൾ ഏതാണ്? വൃക്ഷമാണ് കാർമേഘവുമായി ബന്ധപ്പെടാത്തത്. ഇനി അടുത്ത് നോക്കാം. 6 മുതൽ 10 വരെയുള്ള ചോദ്യമുണ്ട്. അതിൽ 4 എണ്ണത്തിൽ 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. ഓരോന്നിന് 2 മാർക്ക് വീതമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. അതിൽ 12 അടങ്ങയുടെ ചോറും വഴിയാത്രക്കാരാണ് തട്ടുന്നത്. എത്ര ശക്തിയിലാണ് അവൻ പന്തു തട്ടുന്നത്? തട്ടുന്നത് എന്ന പദത്തിന് 2 വാക്യത്തിലും വരുന്ന അർത്ഥവ്യത്യാസം കുറിക്കുക. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഇപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. ആദ്യത്തെ വാക്കിലെ തട്ടുന്നത് എന്ന പദത്തിന് എന്താ അർത്ഥം? ഭക്ഷിക്കുക അഥവാ തിന്നുക എന്നാണ് അർത്ഥം. 2ാമത്തെ വാക്യം പന്തുകളിൽ ശക്തിയായി പന്തു തട്ടി കളിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വാക്ക് തിന്ന, ബിരിയാണി തട്ടി, ചോറ് തട്ടി എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പോൾ ആ തട്ടലാണ് ഉദ്ദേശിക്കുന്നത്. 2ാമത്തേത് നമ്മൾ പന്ത് തട്ടുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരേ വാക്കിന് അർത്ഥവ്യത്യാസം വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് മോഹമേറെ വളർത്തതും മുഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാം എല്ലാം ഒരുമിച്ചതും. മുകളിൽ നൽകിയ ഈരടികളുടെ സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ അതിൻ്റെ സമാന താളം ഇതാണ്. 3ാമത്തെ ഓപ്ഷനാണ്. ചിന്നിയ പൂങ്കുലുകളെല്ലാം പട്ടു തൊങ്ങൽ ചൂഴും ഒരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ. അപ്പോൾ ഈ ഒരു വരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വരിയിലെ 2ാമത്തെ അക്ഷരം ആവർത്തിച്ചിരിക്കുന്നു. അത് ദ്വിതീയാക്ഷര പ്രാസമാണ്. അവസാനത്തെ അക്ഷരം ആവർത്തിക്കുന്നുണ്ട്. അന്ത്യപ്രാസമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു വരിയുടെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടു പൊട്ടിയിട്ടുണ്ട് അമ്മമ്മ. ഈ വാക്യം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥസാധ്യതകൾ കണ്ടെത്തി എഴുതുക. ഇതും റിപ്പീറ്റഡ് ആണ്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 3 പേരക്കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ട ചുമതലയാണ് അമ്മമ്മയ്ക്കുള്ളത്. അതിനായി അവർ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് കമ്മലുകളോ വില കൂടിയ സാരിയോ മറ്റോ ധരിക്കാൻ കഴിയുന്നില്ല. ചെരുപ്പും ധരിക്കാറില്ല. പാദങ്ങൾ വിണ്ടു പൊട്ടിയിരിക്കുന്നു. ഇതെല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ ജീവിത ക്ലേശങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. ആകാശത്തിലെ മഹാവൃസ്ഥിതിയിൽ കാർമുകിൽ ഏകാന്തത അനുഭവിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ലേഖകൻ ഉദ്ദേശിക്കുന്നത് എന്ത്? അപ്പോൾ ആകാശത്ത് കാർമുകിൽ എന്താണ്? ഏകാന്തത, ഒറ്റയ്ക്കാണ് എന്ന തോന്നൽ അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്. കവിക്ക് തോന്നുകയാണ്. അതെന്തുകൊണ്ടാണ്? വിശാലമായ ആകാശത്തിലെ മഹാവൃസ്ഥിതിയെ കാർമുകിൽ ഏകാന്തത അനുഭവിക്കുന്നതായാണ് ലേഖകന് തോന്നുന്നത്.
അവിടെ അതിന് നിശ്ചിതമായ രൂപമില്ല, പെട്ടെന്ന് കാണപ്പെടുകയും ക്ഷണത്തിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. സർവശക്തൻ്റെ തൂണായും ഇരുണ്ട തേരായും ജീവജാലങ്ങളുടെ രക്ഷാകവചമായും പ്രത്യക്ഷപ്പെടുന്ന കാർമുകിലിൻ്റെ ക്ഷണികതയെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് രൂപപ്പെടുന്നു, അതേപോലെ തന്നെ അത് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ഷണികതയെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കോർത്ത് കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനുദിച്ചതും മറന്നില്ലല്ലേ. ഈ വരികൾ നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം? ശ്രീകൃഷ്ണനും കുചേലനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വേദശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്ന കാലത്താണ് ഗുരുപത്നിയുടെ നിർദ്ദേശമനുസരിച്ച് കാട്ടിൽ വിറകൊടിക്കാൻ പോയത്. അപ്രതീക്ഷിതമായുണ്ടായ കൊടുങ്കാറ്റിലും മഴയിലും നിന്ന് രക്ഷപ്പെടാൻ അവർ കൈകൾ കോർത്ത് പിടിച്ച് രാത്രിയെ ഗുഹയ്ക്കുള്ളിൽ ഭയന്നിരുന്നു. ഏതപകടത്തിലും ഒരേ മനസ്സോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ പ്രതിബന്ധങ്ങളെയെല്ലാം അതിജീവിച്ച് ജീവിത വിജയം നേടാൻ കഴിയും. ഇത് നാം തിരിച്ചറിയേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇവിടുത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനാണ്. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അരപ്പുറം കവിയാതെയാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ 5 ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ഏറ്റവും അറിയാവുന്ന 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ മാതിരി യാത്ര കൊണ്ട് വല്ല ലോകപരിചയവും സമ്പാദിക്കുക? വഴിയാത്ര EV കൃഷ്ണപിള്ള. ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോളം പാഴ്സൽ പോലെ പോയി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറങ്ങിയാൽ കയറുന്നത് വരെ കണ്ണുമിഴിച്ച് നോക്കാനും കാണുന്നതൊക്കെ കരൾ കുളിർമയോടെ ഗ്രഹിക്കാനും കൗതുകമുള്ള യാത്രക്കാരെ മാത്രം. വിദ്യ ഹിമാലയങ്ങൾക്കിടയിൽ ജോസഫ് മുണ്ടശ്ശേരി. യാത്ര ഒരു അനുഭൂതിയും ആകണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണമെന്നാണ് ഈ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കുറിപ്പ് തയ്യാറാക്കുക. പണ്ടുകാലത്തെ യാത്രകൾ ലോകപരിചയം സമ്പാദിക്കുന്നതിൽ, ഇതിൽ സമ്പാദിക്കുന്നതിൽ എഡിറ്റ് മിസ്റ്റേക്കാണ്, സമ്പാദിക്കുന്നതിൽ ഏറെ സഹായകമായിരുന്നു. വ്യത്യസ്ത ദേശങ്ങളിലെ അപരിചിതരായ ആളുകൾ ഒന്നിച്ചുകൂടി വള്ളത്തിലായിരുന്നു യാത്ര. വ്യത്യസ്ത വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള പരിചയമില്ലാത്ത ആളുകൾ ഒന്നിച്ചുകൂടി വള്ളം മീൻസ് തോണിയിലായിരുന്നു യാത്ര. ആ യാത്രകൾ അവസാനിക്കുമ്പോഴേക്കും അവരെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ആയിത്തീരും. അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞ് അവരൊരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ആയിത്തീരും. ആ രീതി ഇന്ന് പാടേ മാറിയിരിക്കുന്നു. ബസ്സിലോ തീവണ്ടിയിലോ കയറിയ ആളുകൾ സമ്പർക്കമില്ലാതെ ഓരോന്നും ചിന്തിച്ചിരുന്ന് ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ഹോട്ടലിൽ കയറി പണം കൊടുത്ത് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. ഇതിനിടയ്ക്ക് ആർക്കും ആരോടും സംസാരിക്കാനോ പരിചയപ്പെടാനോ സമയമില്ല. അങ്ങനെ ഓരോ വ്യക്തിയും തങ്ങളിലേക്ക് ചുരുങ്ങുന്നതോടെ ഇത്തരം യാത്രകൾ കൊണ്ട് പ്രയോജനമില്ലാതായി തീരുന്നു എന്നാണ് EV കൃഷ്ണപിള്ളയുടെ അഭിപ്രായം. ഈ രീതിയിലുള്ള യാത്രകൾ പ്രയോജനരഹിതമാണെന്ന് തന്നെയാണ് ജോസഫ് മുണ്ടശ്ശേരിയും പറയുന്നത്. അതേസമയം യാത്രകൾ പ്രയോജനപ്രദവും ഗുണകരവുമാകണമെങ്കിൽ ആളുകൾ പരസ്പരം അറിയാനും അടുക്കാനും അനുഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനുമുള്ള അവസരങ്ങളായിരിക്കണമെന്നാണ് 2 ലേഖകരും പറയുന്നത്. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. അടുക്കള മാത്രം ഭൂലോകമാക്കി കഴിയുന്ന ഇന്നത്തെ ഗൃഹനായികമാർ മിക്ക ദിവസങ്ങളിലും ഒഴിഞ്ഞ വയറുകളോടെയാണ് ഉറക്കത്തിലേക്ക് ചായുന്നത്. വഴിയാത്ര. കുളിച്ച് കുറിയിട്ട് പൂക്കൾ തിരുക്കി ദേവദർശനം കഴിച്ചെത്തുന്ന കേരളീയ വനിതകൾ ഈ നാടിൻ്റെ സാക്ഷാൽ ഗ്രാമലക്ഷ്മിമാരാണ്. പൂക്കളും ആണ്ടറുതികളും. 2 നിരീക്ഷണങ്ങളിലെയും സ്ത്രീ ജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. 2 നിരീക്ഷണങ്ങളിലെയും സ്ത്രീ ജീവിതം വ്യത്യസ്തമാണ്. യാതൊരു ലോകപരിചയവുമില്ലാതെ പട്ടിണിയും അവഹേളനയും സഹിച്ച് ജീവിക്കുന്ന സ്ത്രീകളെയാണ് ആദ്യത്തെ നിരീക്ഷണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സ്ത്രീകൾ നയിക്കുന്നത് തികച്ചും ദയനീയമായ ഒരു ജീവിതമാണ്. എന്നാൽ 2ാമത്തെ നിരീക്ഷണത്തിലെ സ്ത്രീ ജീവിതം തികച്ചും വ്യത്യസ്തമാണ്. സ്ത്രീകളെ ഗ്രാമലക്ഷ്മിമാരായാണ് ഇവിടെ കണക്കാക്കുന്നത്. സ്ത്രീകളെ ദേവിമാരായി കണ്ട് ആദരിക്കുന്ന ഭാരതീയ പാരമ്പര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 13ാമത്തെ ചോദ്യം നോക്കാം. നമുക്കതേയുള്ളൂ കുരുക്കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും. രാമപുരത്ത് വാര്യർ. ആചാര്യ നിയോഗത്തെ പാലിക്കും ജനങ്ങൾക്ക് നാശങ്ങളൊന്നും അനുഭവിക്കയില്ലല്ലോ. എഴുത്തച്ഛൻ. 2 കവിതാ ശകലത്തിലും തെളിയുന്ന ഗുരുസങ്കല്പം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക.
സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നാണല്ലോ ശ്രീകൃഷ്ണനും കുചേലനും വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചത്. ഏറെ കാലത്തിനു ശേഷം അവർ കണ്ടുമുട്ടുകയും കുട്ടിക്കാലത്തെ വിദ്യാലയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ ഗുരുപത്നിയുടെ നിർദ്ദേശമനുസരിച്ച് വിറകൊടിക്കാൻ കാട്ടിൽ പോയതും കൊടുങ്കാറ്റും മഴയും കാരണം ഭയന്ന് വിറച്ച് അവർ കൈകൾ കോർത്ത് ഒരു ഗുഹയ്ക്കുള്ളിൽ രാത്രിയിൽ കഴിഞ്ഞതും ഓർക്കുന്നു. പ്രഭാതത്തിൽ അവരെ അന്വേഷിച്ചെത്തിയ ഗുരുവിൻ്റെ അരികിൽ ചെന്ന് നമസ്കരിച്ചതും അദ്ദേഹം അവരെ അനുഗ്രഹിച്ചതുമെല്ലാം ശ്രീകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ആർക്കും ജന്മസാഫല്യം ഉണ്ടാവുകയില്ലെന്ന് പറയുന്നു. അതായത് അജ്ഞാതമാകുന്ന അന്ധകാരത്തെ അകറ്റി അറിവാകുന്ന പ്രകാശം പകരുന്ന ആളാണ് ഗുരു. ആ ആചാര്യനെ ദേവതുല്യം കരുതുകയും വിനയം കൊണ്ട് പ്രസാദിപ്പിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകൂ. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ശിഷ്യർക്ക് ജന്മസാഫല്യവും അഭിവൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ എന്നാണ് രാമപുരത്ത് വാര്യരുടെ ഈ വരികൾ വ്യക്തമാക്കുന്നത്. ഈ രീതിയിൽ ജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമാക്കുന്ന ആചാര്യന്മാരുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനനുസരിച്ച് മുന്നേറുന്നത് ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള നാശവും ഉണ്ടാവുകയില്ലെന്നാണ് ഭാഷാപിതാവായ എഴുത്തച്ഛൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നടുമുറ്റത്തൊരു മുല്ലത്തറയില്ലാത്ത വീടുണ്ടായിരുന്നില്ല. മുറ്റത്തൊരറ്റത്ത് തുളസിത്തടം, കുളക്കരയിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന വെള്ളിയിലച്ചെടി, തൊടി നിറയെ മുക്കുറ്റി, മൂക്കിലും മൂലയിലും തഴച്ചു നിൽക്കുന്ന മന്ദാരം, ചെമ്പരത്തി, കോളാമ്പി, വഴിവക്കത്ത് കറുകനാമ്പ്, തുമ്പക്കുടം, വേലിക്കിടകളിലൂടെ നിശബ്ദമായി പാളി നോക്കുന്ന ശംഖുപുഷ്പം, കുന്നിനെറുകയിൽ കൂത്താടുന്ന കാട്ടുപൂക്കൾ. ഇങ്ങനെ ശബളാപമായ ഒരു പൂപ്പാലികയാണ് കേരളം. പൂക്കളും ആണ്ടറതികളും. ആടിമുകിൽ മാല കുടിനീര് തിരയുന്നു, ആതിരകൾ കുളിര് തിരയുന്നു, ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരിയുന്നു, ആറുകൾ ഒഴുക്കു തിരയുന്നു, ഭൂമിക്കൊരു ചരമഗീതം. ONV കുറുപ്പ്. കേരളീയ പ്രകൃതിയെ ആവിഷ്കരിച്ചിരിക്കുന്ന രചനാഭാഗങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് സന്ദർഭങ്ങളും പരിഗണിച്ച് കേരളീയ പ്രകൃതിക്ക് വന്ന മാറ്റം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. പണ്ടുകാലത്ത് കേരളം ചെടികളും പൂക്കളും കൊണ്ട് ഏറെ സമ്പന്നമായിരുന്നു. എല്ലാ വീട്ടുമുറ്റത്തും മുല്ലത്തറയുണ്ടായിരുന്നു. മുക്കൂറ്റി, മന്ദാരം, ചെമ്പരത്തി തുടങ്ങിയവ കൊണ്ട് ഒരു പൂപ്പാത്രം പോലെ മനോഹരമായിരുന്നു പ്രകൃതി. ഇതെല്ലാം ഇന്ന് ഇല്ലാതായി കൊണ്ടിരിക്കുന്നു. കാടും വയലും ജലാശയങ്ങളുമൊക്കെ ഇല്ലാതായി തീരുന്നു. വീട്ടുമുറ്റങ്ങളെല്ലാം കോൺക്രീറ്റ് തറകളായി മാറിയതോടെ പല ചെടികൾക്കും വംശനാശം വന്നുകൊണ്ടിരിക്കുന്നു. അപൂർവം ചില ചെടികൾ ചട്ടികളിൽ വളരുന്നു. ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മറുനാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ വില കൊടുത്ത് വാങ്ങേണ്ടുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ഇങ്ങനെ നമ്മുടെ നാടിനെ ഐശ്വര്യം വിളംബരം ചെയ്തിരുന്ന പൂക്കൾ നിറഞ്ഞ പ്രകൃതി ഭംഗി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൻ്റെ ഇത്തരം സൗഭാഗ്യങ്ങൾ മങ്ങിമറിഞ്ഞ് ഇല്ലാതായി തീരുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്യാർത്തി കൊണ്ട് മനുഷ്യൻ പ്രകൃതിയെ തന്നെ കൊന്നു നശിപ്പിക്കുന്നു. പൂക്കളും പുഴകളും ഇല്ലാതായി കൊടും നരകത്തിലേക്ക് നീങ്ങുന്നു. ഇതിൽ ദുഃഖിക്കുന്ന ഒരു കവിയുടെ മനസ്സാണ് ONVയുടെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിൽ ഈ വരികളിലൂടെ പ്രതിഫലിക്കുന്നത്. ഇനി 6 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. കരിച്ചിൽ വടുകെട്ടിയ മുഖം, തേവി തേവി വറ്റിപ്പോയ കിണർ, ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ. സൂചനകളും മറ്റു പാഠസന്ദർഭങ്ങളും പ്രയോജനപ്പെടുത്തി അമ്മമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ നിയോഗം പോലെ ഏറ്റെടുക്കുകയാണ് P. സുരേന്ദ്രൻ്റെ അമ്മമ്മ എന്ന ഓർമ്മക്കുറിപ്പിലെ അമ്മമ്മ. സ്വന്തം ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് പറക്കമുറ്റാത്തതും അമ്മ നഷ്ടപ്പെട്ടതുമായ 3 കുട്ടികളെ പോറ്റി വളർത്തുകയാണവർ. അമ്മമ്മയുടെ ദുഃഖപൂർണമായ ജീവിതത്തെ കനൽ ചീന്തുന്ന വഴിയെന്നാണ് ലേഖകൻ പറയുന്നത്. പേരക്കുട്ടികളായ മക്കളെ ഇരുട്ടിലേക്ക് തള്ളി അവരുടെ കരച്ചിലുകൾക്ക് കാത് കൊടുക്കാതെ അച്ഛൻ എങ്ങോട്ടോ ഓടിപ്പോയി. പെരുകുന്ന സങ്കടങ്ങളുടെ പശ്ചാത്തലത്തിൽ കുടുംബ ബന്ധങ്ങളുടെ കണ്ണി അറ്റുപോകാതിരിക്കാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പാടുകൾ സഹിക്കുന്ന അമ്മമ്മ.
തൻ്റെ ഒരേ ഒരു മകളുടെ മരണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അമ്മമ്മയ്ക്ക് സങ്കടം സഹിക്കുന്നില്ല. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മയ്ക്കുണ്ടായ സങ്കടം ഏവരെയും കണ്ണു നനയിക്കുന്നു. അമ്മമ്മയുടെ സ്നേഹം നുകർന്ന് മതിയായിട്ടില്ലാത്ത കുട്ടികളെ പോറ്റി വളർത്താൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് 3 പേരെയും ഹോസ്റ്റലിൽ ചേർത്തത്. അമ്മമ്മയുടെ പെരുകുന്ന സങ്കടങ്ങളാണ് തേവി തേവി വറ്റിയ കിണറിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചുമക്കൾക്ക് വേണ്ടി തളരാതെ ജീവിക്കണമെന്ന മനോഭാവത്തെയാണ് എങ്കിലും പൊടിയുന്നുണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തൊരു ചോദ്യം പരിചയപ്പെടാം. പ്രകൃതിയും പൂക്കളും ആഘോഷങ്ങളും ഇടകലർന്നതാണ് മലയാളിയുടെ ജീവിതം. എങ്കിലും ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട സൗഭാഗ്യത്തിൻ്റെ സ്വപ്നങ്ങളാണ് എന്ന് വീട്ടി ഭട്ടതിരിപ്പാട് സങ്കടപ്പെടുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഭിപ്രായം വ്യക്തമാക്കുക. കേരളത്തിലെ മനോഹരമായ പ്രകൃതിയും പൂക്കളും കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളുമെല്ലാം ചേർന്നതായിരുന്നു മലയാളികളുടെ ജീവിതം. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇവയ്ക്കെല്ലാം മാറ്റം വന്നു. പ്രകൃതിയെ നശിപ്പിച്ചും കൃഷിയെ മറന്നുകൊണ്ടുമുള്ള പ്രവർത്തനങ്ങളാണ് മനുഷ്യർ നടത്തിയത്. അതിൻ്റെയെല്ലാം ഫലമായി നമ്മുടെ നാടിൻ്റെ സംസ്കാരവും സൗന്ദര്യമെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. എന്നാൽ പ്രകൃതിയെയും കൃഷിയെയും മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾക്കു തന്നെ ദോഷമായി തീരുമെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ നഷ്ടപ്പെട്ടു പോയ സംസ്കാരവും ആഘോഷങ്ങളുമെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നാടിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇതെല്ലാം വീണ്ടെടുക്കാൻ നിരവധി ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാനാവില്ല. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കേരള പാഠാവലിയുടെ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻസർ സഹിതമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും നമുക്ക് ഒരുപാട് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.